ഹലോ, നമുക്കെല്ലാവർക്കും ഓരോ കംഫർട്ട് ഫുഡ് ഉണ്ടാവില്ലേ? എൻ്റെ കംഫർട്ട് ഫുഡിൽ ഒന്നാണ് നല്ല സാമ്പാർ കറിയും ഉണക്ക മാന്തൽ വറുത്തതും. അതുണ്ടെങ്കിൽ ഞാനൊരു ചോറ് തന്നെയാണ്. എനിക്ക് ഈ ഉണക്കമീനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇരിക്കുന്നുണ്ട്, ഒരു സാമ്പാർ കറി തന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ആയിരം എന്നെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ അവളാണ് കേട്ടോ കളഞ്ഞത്. പക്ഷെ അവൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേണ്ടാന്ന് പറയാറില്ല. കാരണം കുട്ടികൾ ഇതൊക്കെ ചെയ്ത് പഠിക്കണം. കാരണം നാളെ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ അവർക്ക് തന്നെ വെച്ച് തിന്നണ്ടേ. അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്നേ പിള്ളേർ. അപ്പോൾ സാമ്പാർ ഞാൻ സാമ്പാർ ചെയ്യുമ്പോൾ താളിക്കുമ്പോഴാണ് പൊടികളൊക്കെ ഇടാറ്. ഇവിടെ വീട്ടിൽ അമ്മയൊക്കെ അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇത് ഞാൻ ഷാൻജിയോ ചേട്ടൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് കേട്ടോ ഇത് പഠിച്ചത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് വരാറുണ്ട്. വേറെ ഒന്നുമില്ല, സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ കഷ്ണങ്ങൾ ഇടുമ്പോൾ അതിൻ്റെ കൂടെ പൊടികളും കൂടി ഇടണമെന്ന്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതിനകത്ത് ഞാൻ മുരിങ്ങാക്കോലും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, മുരിങ്ങാക്കോൽ ഇത്തിരി മൂത്ത മുരിങ്ങാക്കോലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് കിടന്ന് വെന്തോട്ടം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉരുളക്കിഴങ്ങല്ല, വെണ്ടയ്ക്ക ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കും. അതുപോലെ തന്നെ ഞാൻ കൊച്ചുള്ളി ഇടും. കൊച്ചുള്ളിയാണ് ഞാൻ കൂടുതൽ കാച്ചി ഒഴിക്കുമ്പോൾ ഇടാറ്. അത് അങ്ങനെ തന്നെ ഇടും. എല്ലാവരും കൊച്ചുള്ളിയാണ് ചേർക്കുക, പക്ഷെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇടാറ്. അങ്ങനെ ഇടുമ്പോഴെന്ന് വെച്ചാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ആ കൊച്ചുള്ളി നമുക്ക് തിന്നുകയും ചെയ്യാം. അത് നല്ലൊരിത്. അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞിപ്പിക്കും. നമ്മുടെ സാമ്പാർ കറിയും ചെമ്മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ അപ്പച്ചൻ്റെ നല്ല മാങ്ങാച്ചാറും ഉണ്ട്. അപ്പോൾ പിന്നൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.